തമിഴ്നാട്ടിലെ DMK സഖ്യത്തിന് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകുമെന്നുള്ളത് എല്ലാ സർവേകളിലും വ്യക്തമായ ഒരു കാര്യമാണ്. അതായത് ഒരു ഘട്ടത്തിൽ പോലും തമിഴ്നാട്ടിൽ DMKക്ക് ഒരു തിരിച്ചടി കിട്ടും എന്നുള്ള പ്രതീക്ഷ BJP വെച്ച് പുലർത്തേണ്ട കാര്യം പോലുമില്ല. എന്നാൽ പോലും BJPയുടെ രണ്ട് പേർ, അതായത് അണ്ണാമലയും അതുപോലെ തന്നെ പൊൻ രാധാകൃഷ്ണനും BJPക്കായി അവിടെ മത്സരിക്കുമ്പോൾ ഈ രണ്ട് സ്ഥാനാർത്ഥികളിലും BJP വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ്. അത് കൃത്യമായും വോട്ടായി മാറുമോ എന്നുള്ളതാണ് അവർ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഏക കാര്യം. അൻപുമണി രാംദാസിൻ്റെ പട്ടാളി മക്കൾ കക്ഷിയുമായി സഖ്യമുണ്ടെങ്കിലും അതൊന്നും വലിയ തിരഞ്ഞെടുപ്പ് വിഷയമായി തമിഴ്നാട്ടിലെ മക്കൾ, അവിടുത്തെ ജനങ്ങൾ കാണില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. നമുക്കറിയാം, AIDMKയുമായിട്ടുള്ള സഖ്യം ഉപേക്ഷിച്ചതിന് ശേഷം BJPക്ക് കാര്യമായിട്ടുള്ള വളർച്ച ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് വ്യക്തമാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ അതൊരിക്കലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് BJPയുടെ വിജയത്തിലേക്ക് കലാശിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല. BJPക്ക് വോട്ട് ഷെയർ കുത്തനെ ഗണ്യമായി തന്നെ കൂടേണ്ടി വരുന്ന രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് അവരുടെ നേതാക്കൾ പറയുന്നത്. നരേന്ദ്രമോദി ചെന്നൈയിലും അതുപോലെ തന്നെ പല മേഖലകളിലും പ്രചരണം നടത്തിയിരുന്നു. വലിയ രീതിയിലുള്ള ഹർഷാരവമുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. എന്നാൽ വോട്ട് ഷെയറിൻ്റെ കാര്യം വരുമ്പോൾ BJPക്ക് 15% വോട്ട് ഷെയർ വരാമെങ്കിൽ പോലും അതൊന്നും ഒരിക്കലും ഒരു വിജയത്തിലേക്ക് എത്തത്തില്ല. സെലക്റ്റഡ് കോൺസ്റ്റിറ്റ്യുവൻസീസ്, അതായത് ചില മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് അവരുടെ പ്രവർത്തനം നടക്കുന്നത്. കോയമ്പത്തൂരും അതുപോലെ തന്നെ കഴിഞ്ഞ തവണ വസന്തകുമാർ വിജയിച്ച തമിഴ്നാട്ടിലെ കന്യാകുമാരിയും, ഈ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളുമാണ് അവർ ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിക്കുന്നത്. കോയമ്പത്തൂരിൽ CP രാധാകൃഷ്ണൻ വിജയിച്ചിട്ടുണ്ട്. കന്യാകുമാരിയിൽ പൊൻ രാധാകൃഷ്ണൻ നേരത്തെയും വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലങ്ങൾ കരസ്ഥമാക്കിയെടുക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ BJP അവലംബിക്കുന്നുണ്ട്. അത് എത്രത്തോളം ശാശ്വതമാകും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ജയിച്ചാൽ കേന്ദ്രമന്ത്രിമാരാണ് ഇവർ രണ്ടുപേരും എന്ന വാഗ്ദാനമാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. BJP ഒറ്റയ്ക്ക് ലോക്സഭയിൽ 370 സീറ്റുകൾ നേടിയെടുക്കുമെന്ന മോദിയുടെ പാർലമെൻറ്റ് പ്രഖ്യാപനത്തിന് ശേഷം നരേന്ദ്രമോദി നേരിട്ടെത്തിയ ക്യാമ്പയിൻ, അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളെ ഇളക്കി മറിക്കുന്ന രീതിയിലുള്ള പ്രചരണം, ഇതൊക്കെ എത്തരത്തിലാണ് രാഷ്ട്രീയപരമായി തമിഴ്നാടിനെ സ്വാധീനിക്കുക എന്നുള്ളത് വരും ദിവസം കാത്തിരുന്ന് കാണേണ്ടതാണ്. ഏപ്രിൽ 19 ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ തമിഴ്നാട്ടിലെ 39 സീറ്റുകളും പോകുന്നു തെരഞ്ഞെടുപ്പിലേക്ക് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അവിടെ അണ്ണാമലയുടെയും പൊൻ രാധാകൃഷ്ണൻ്റെയും വിഷയം തമിഴ്നാട്ടിൽ വലിയ രീതിയിൽ തന്നെ ചർച്ചയാവും.